നിനക്കായി മാത്രം ഭാഗം 23. വൈഗ പറഞ്ഞപ്പോൾ ഹരിയുടെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകും എന്ന രീതിയിൽ അതിവേഗത്തിൽ മിടിച്ചുപോയി. ഹരിയുടെ കൈകൾ അവൻ പോലും അറിയാതെ അവൻ്റെ നെഞ്ചൊന്ന് തടവി കടന്നുപോയി, അതിനെ വരുതിയിലാക്കാനെന്നോണം. ഒന്നും മിണ്ടാതെ മൗനമായിട്ട് ഹരി അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിരുന്നു. അവന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. സന്തോഷം കാരണം അവൻ്റെ ഹൃദയം ഒന്ന് തുടിച്ചുപോയി. അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു ഇരുവരുടെയും പ്രണയം. അവളുമായി സ്നേഹത്തിലായി കഴിഞ്ഞതിന് ശേഷമാണ് അവൾ വൈശാഖിൻ്റെ പെങ്ങളാണെന്നും ചന്ദ്രോത്ത് സുധീരൻ്റെ മകളാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഹരി അറിയുന്നത്. പണ്ട് മുതലേ തന്നെ ചന്ദ്രോത്ത് തറവാടുകാരും മംഗലത്ത് തറവാട്ടുകാരും തമ്മിൽ അല്പം പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ സ്വത്തിൻ്റെ പേരിലും തറവാടിത്തത്തിൻ്റെ പേരിലുമൊക്കെ ആരെയോ കൊന്നിട്ട് വരെയുണ്ട് തമ്മിൽ. ആ ഒരു ശത്രുത ഇപ്പോഴും അതേ രീതിയിൽ തന്നെ നിലനിന്ന് പോരുന്നതുമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് താനും വൈശാഖും തമ്മിലുള്ള പ്രശ്നം പോലും. തറവാട്ട് വീട്ടുകാർ തമ്മിലുള്ള ശത്രുതയാണ് അവൻ കളിസ്ഥലത്തും കണ്ടത്തിലും ഒക്കെ വന്ന് കാണിച്ചിരുന്നത്. തനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും വൈശാഖിനായിരുന്നു അത് കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും രണ്ടുപേരും തമ്മിൽ പ്രശ്നമായിരിക്കും. രണ്ടുപേരും എതിർ ടീമുകൾക്ക് വേണ്ടി മാത്രമേ കളിക്കുകയുള്ളൂ. ടീമായിട്ട് കളിച്ചാലും അത് രണ്ടുപേരുടെയും പേഴ്സണലായിട്ടുള്ള കളിയായിട്ടാണ് കരുതുക. മിക്ക കളിയിലും ഹരി ജയിക്കും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിയും ഇടിയുമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പരിധിവരെ ഹരി അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. എങ്കിലും വൈശാഖിൻ്റെ നീക്കങ്ങൾക്ക് എതിർത്ത് നിന്ന് വരുമ്പോഴേക്കും അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്കായിരിക്കും വഴിമാറുക. വൈഗ തന്നെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിനിടയായ സംഭവം അറിഞ്ഞപ്പോഴാണ് അവൾ വൈശാഖിൻ്റെ പെങ്ങളാണ് എന്ന കാര്യം ഹരിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. വേണമെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാനും അവളോട് പറഞ്ഞതാണ്. കാര്യം അവളോട് ഒത്തിരി സ്നേഹമാണ്. എങ്കിലും വെറുതെ തങ്ങൾ കാരണം കുടുംബങ്ങൾക്കിടയിൽ വീണ്ടും ഒരു ശത്രുത ഉടലെടുക്കേണ്ട എന്ന് കരുതിയാണ് ഹരി അത് വിലക്കിയത്. പക്ഷേ ഇനി അങ്ങനെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് വൈഗ ഈ ബന്ധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഹരിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പോരായ്മകൾ വന്നാൽ പോലും വൈഗ അത് നികത്തും. മാത്രമല്ല ചില സമയങ്ങളിൽ ഈ ബന്ധത്തിന് ഹരിയേക്കാളേറെ താല്പര്യം വൈഗയ്ക്കാണ് എന്നും തോന്നിപ്പോകും. വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഇരുവരുടെയും ബന്ധം കൂടുതൽ ശക്തി ആർജിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ദൈവം നേരിട്ടിറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഈ ബന്ധം ഉപേക്ഷിക്കാൻ കഴിയാത്തത്രയും രണ്ടുപേരും അടുത്തു പോയിട്ടുണ്ട് എന്ന് കരുതി രണ്ടുപേരും അതിര് കവിഞ്ഞ് സ്നേഹിച്ചിട്ടുമില്ല. ഇപ്പോഴും പ്രണയത്തിൻ്റെതായിട്ടുള്ള എല്ലാ പവിത്രതയോടെ തന്നെയാണ് രണ്ടുപേരുള്ളത്. അങ്ങനെ ഒരു ദിവസം അമ്മയുടെ ഉറക്കെയുള്ള നിലവിളി കേട്ടുകൊണ്ടാണ് ഹരി ഉറക്കത്തിൽ നിന്നുണരുന്നത്. ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ് കണ്ണും മുഖമൊക്കെ പെട്ടെന്നൊന്ന് കഴുകി വീണ്ടും ശ്രദ്ധിച്ചപ്പോഴാണ് അമ്മ അച്ഛൻ്റെ പേര് വിളിച്ചാണ് കരയുന്നത് എന്ന് ഹരിക്ക് മനസ്സിലായത്. അത് കേട്ടപ്പോഴും താഴേക്ക് പോകരുത് എന്നാണ് മനസ്സ് ആദ്യം ചിന്തിച്ചത്. എങ്കിലും പിന്നീട് എത്രയൊക്കെ ആയാലും സ്വന്തം അച്ഛനും അമ്മയും അല്ലേ എന്ന് ചിന്തിച്ച് ഹരി വെപ്രാളത്തോടെ താഴേക്കിറങ്ങി. താഴെ അച്ഛനും അമ്മയും കിടക്കുന്ന മുറിയിൽ നിന്നാണ് അമ്മ ഈ ശബ്ദം ഉണ്ടാക്കുന്നത്. എന്താ കാര്യം? അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കാണുന്നത് കട്ടിലിൽ നിശ്ചലനായി കിടക്കുന്ന അച്ഛനെയും അച്ഛനെ കുലുക്കി വിളിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെയുമാണ്. അവൻ കാര്യം തിരക്കിയപ്പോൾ തന്നെ അമ്മയുടെ കരച്ചിൽ കൂടുകയാണ് ചെയ്തത്. അതിന് ഒരന്ത്യമുണ്ടാകാൻ പോകുന്നില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഹരി വേഗം വണ്ടിയെടുത്ത് സതീശനെ അതിലേക്ക് കിടത്തി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോഴേക്കും ശബ്ദം കേട്ടിട്ടാവണം കാര്യം എന്താണെന്നറിയാൻ ആളുകളൊക്കെ വീടിൻ്റെ മുറ്റത്തേക്ക് എത്താൻ തുടങ്ങിയിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് സതീശൻ്റെ മരണവാർത്ത ഗ്രാമം മുഴുവൻ കാട്ടുതീ പോലെ പടർന്നു. എല്ലാവർക്കും അത് അവിശ്വസനീയം തന്നെ ആയിരുന്നു. വീടിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന പന്തലിൽ സതീശനെ നോക്കി സംഗീത നിശ്ചലമായിരുന്നു. ഒരു മകനെന്ന നിലയ്ക്ക് അവർ തന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം മറന്ന് ഹരി തന്നെ ചടങ്ങുകളെല്ലാം ചെയ്തു. ഒരു മരപ്പാവ് പോലെ ഇരിക്കുന്ന സംഗീതയെ ആശ്വസിപ്പിക്കാൻ പോലും ഹരിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. അവനവരെ കണ്ടില്ല എന്നതുപോലെ നടിച്ചു. തൻ്റെ ജീവിതത്തിൽ ഇന്നോളം ദുഃഖങ്ങളും സങ്കടങ്ങളും മാത്രം തന്ന രണ്ടുപേരാണ് അച്ഛനും അമ്മയും. അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ അവരാരും ഇതുവരെ ഒരു സന്തോഷമോ ഒരു നല്ല കാര്യമോ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ തനിക്ക് വേണ്ടി അവർ കുറച്ചധികം പണം ചെലവാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവരായിട്ട് തനിക്ക് വേണ്ടി ഒരു കാര്യം പോലും സന്തോഷത്തോടെ ചെയ്തു തന്നിട്ടില്ല. കേവലം പണം ചിലവാക്കി എന്നതുകൊണ്ട് മാത്രം ഒരാൾ അച്ഛനോ അമ്മയോ ആകുന്നില്ലല്ലോ. തനിക്ക് വേണ്ടി ചിലവാക്കിയ പണത്തിന് പ്രത്യുപകാരമായിട്ട് ഹരി ചെയ്യുന്നൊരു കാര്യം അത്രമാണ് ഹരി അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്തപ്പോൾ മനസ്സിൽ ചിന്തിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് അച്ഛൻ മകൻ എന്ന രീതിയിലുള്ള ഒരു ആത്മബന്ധവും അവൻ ചടങ്ങുകൾ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ചിതയിലേക്ക് എടുക്കുമ്പോഴും സംഗീത നോക്കിയിരുന്നതല്ലാതെ ഒന്ന് കരഞ്ഞതുപോലുമില്ല. ഇവനാ സതീശേട്ടനെ കൊന്നത്. എല്ലാം കഴിഞ്ഞ് ആളുകളൊക്കെ പോകാനിറങ്ങുമ്പോഴാണ് പെട്ടെന്ന് സംഗീതയുടെ ശബ്ദം അവിടെ ആകെ വരുന്നത്. പെട്ടെന്ന് ഒരു നിമിഷം അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഒരു ശബ്ദം കേട്ടതും എല്ലാവരുടെയും നോട്ടവും ശ്രദ്ധയും പെട്ടെന്ന് സംഗീതയിലേക്ക് മാത്രമായി.
എല്ലാവരും ഇവരെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന രീതിയിൽ സംഗീതയെ തന്നെ നോക്കി നിന്നു. പെട്ടെന്നായതുകൊണ്ട് സംഗീത ഇവരെന്തുദ്ദേശിക്കുന്നത് ആരെയാണ് എന്നെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയായി പറയുന്നത്? സംഗീതയെ കൊണ്ടുപോയി കുറച്ചു സമയം കിടത്താൻ നോക്ക്. ചുറ്റും കൂടി നിന്നവരിൽ ആരൊക്കെയോ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. ഇല്ല, എനിക്ക് പറയണം. ഇവനാണ് സതീശേട്ടൻ മരിക്കാൻ കാരണം. അത് പറഞ്ഞുകൊണ്ട് സംഗീത ചുറ്റും കൂടി നിന്ന എല്ലാവരെയും തട്ടിമാറ്റിക്കൊണ്ട് ഹരിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ഒരു നിമിഷം എല്ലാവരും സംഗീതയെയും ഹരിയെയും മാറി മാറി നോക്കി. അവരുടെ ഈ പ്രവൃത്തി എല്ലാവരിലും അത്ഭുതവും ഞെട്ടലുമാണ് ഉണ്ടാക്കിയത്. ചുറ്റും കൂടി നിന്നവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കാരണം ഭർത്താവ് മരിച്ച് കേവലം കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഭർത്താവ് മരണപ്പെടാൻ കാരണം സ്വന്തം മകനാണെന്ന് പറയുന്ന ഒരമ്മ. ശരിക്കും ഒരു സിനിമയോ സീരിയലോ കാണുന്ന സീൻ പോലെ ആയിരിക്കും എല്ലാവർക്കും അത് തോന്നിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ തടിച്ചുകൂടി തന്നെ നിന്നു. സംഗീതയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട്. പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ അവർ ഹരിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പിച്ചും പേയും പറയും കണക്ക് ഓരോന്നും പറഞ്ഞ് അവർ ഹരിയെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവനാണ് സതീശേട്ടൻ മരിക്കാൻ കാരണം. വീണ്ടും സംഗീത അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും ചുറ്റും നോക്കി. ഇവരിതെന്താണ് ഈ പറയുന്നതെന്ന രീതിയിൽ. ഹരിയും ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. പെട്ടെന്നൊരു നിമിഷം സംഗീത അങ്ങനെ പറയും എന്ന് അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. ഒന്നും അറിയാതെ നിന്നിട്ട് പെട്ടെന്നൊരു നിമിഷം എല്ലാവരും തൻ്റെ നേർക്ക് തിരിയുന്നൊരവസ്ഥ. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഹരി ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. സ്വന്തം അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദി താനാണെന്ന് അമ്മ തന്നെ പറയുന്നു. ഇതിലും വലിയൊരു പരാജയം തനിക്കിനി വരാനില്ല എന്ന് തോന്നിപ്പോയി അന്നേരം അവന്. അവരുടെ ആ ഒരു വാക്കുകൾ കൊണ്ട് തന്നെ ആളുകളെല്ലാം ഹരിക്ക് നേരെ തിരിഞ്ഞു. എല്ലാവരും അവനെ ദേഷ്യത്തോടെയും വെറുപ്പോടെയും നോക്കാൻ തുടങ്ങി. പോലീസുകാർ വീട്ടിലേക്ക് വന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതം മൂലമാണ് മരണം എന്ന് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാണ്. എങ്കിലും സംഗീതയുടെ ആ ഒരു വെളിപ്പെടുത്തൽ കൊണ്ട് മാത്രം അത് പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി മാറി. പോലീസുകാർ വീട്ടിൽ വന്ന് ചോദ്യം ചെയ്യലുകൾ ആരംഭിച്ചു. പറഞ്ഞതിൽ നിന്ന് അണുവിട പോലും മാറാതെ ഹരി തന്നെയാണ് സതീഷിന്റെ മരണത്തിന് ഉത്തരവാദി എന്നതിൽ ഉറച്ചു നിന്നു സംഗീത. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അത് പോലീസുകാരോട് മാത്രമേ പറയുകയുള്ളൂ എന്നായിരുന്നു സംഗീതയുടെ മറുപടി. ഹരിയെ ആ നിമിഷം കൊണ്ട് തന്നെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു. വീട്ടിൽ തന്നെയുള്ളൊരു മുറിയിൽ സംഗീതയും പോലീസുകാരനും ലേഡി പോലീസും ഒക്കെയായിരുന്നു. പറയൂ സംഗീത, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഭർത്താവിൻ്റെ മരണത്തിൽ സ്വന്തം മകനെ തന്നെ സംശയം തോന്നാൻ ഇടയായത്? പോലീസ് മേധാവി വളരെ ഫോർമലായിട്ട് തന്നെ സംഗീതയോട് കാര്യം ചോദിച്ചു. തോന്നലല്ല, അതാണ് സത്യം. അവൻ കാരണമാണ് എൻ്റെ സതീശേട്ടൻ മരിച്ചത്. പറയുന്നതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന രീതിയിൽ അവർ വീണ്ടും പറഞ്ഞു. മനസ്സിലായി, പക്ഷേ അങ്ങനെ പറയുന്നതിനുള്ള കാരണമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ദ റീസൺ. അവർക്ക് മനസ്സിലാകാതിരുന്നിട്ടാണോ അവർ വീണ്ടും ഇങ്ങനെ തന്നെ പറയുന്നത് എന്ന് കരുതി പോലീസുകാർ സംഗീതയോട് വ്യക്തമായ രീതിയിൽ ഒന്നുകൂടി എടുത്തു ചോദിച്ചു. പറയാനാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട് സാറേ. എല്ലാം പറഞ്ഞു തുടങ്ങണം. അല്ലെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകില്ല. ഞങ്ങൾക്ക് സമയമുണ്ട്. എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് വ്യക്തതയോടെ പറയുക. ഗൗരവത്തിൽ തന്നെ പോലീസുകാരൻ തിരികെ ചോദിച്ചു. കുറേ നാളുകളായിട്ട് സതീശേട്ടൻ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്ത് റിസോർട്ട് പണിയുന്നതിനുള്ള തിരക്കിലാണ്. അതിനുവേണ്ടി ഒരുപാട് ആളുകളുമായി കോൺട്രാക്റ്റിലൊക്കെ ആയതാണ്. പക്ഷേ അതിനെല്ലാം വിലങ്ങുതടിയായി നിന്നിരുന്നത് ഹരിയാണ്. അവൻ ഞങ്ങളുടെ മകനാണെങ്കിലും ശരിക്കും ഒരു ശത്രുവിനെ പോലെയാണ്. ഞങ്ങൾ എന്ത് കാര്യം ചെയ്താലും അതിനെതിരായിട്ടാണ് അവൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആളുകളുമായിട്ട് കോൺട്രാക്റ്റിലായി. പക്ഷേ അതെല്ലാം എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ഹരി മുടക്കിക്കൊണ്ടിരുന്നു. ഒടുക്കം ഈ അടുത്ത് സാഗർ ഇല്ലിക്കൽ എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് കോൺട്രാക്റ്റ് ഒപ്പിട്ട് അടുത്ത ആഴ്ച മുതൽ ആ സ്ഥലത്ത് റിസോർട്ട് പണിയുന്നതിനുള്ള കാര്യങ്ങൾ തുടങ്ങാനിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി അയാളെ വിളിച്ച് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യുകയാണെന്നും ഇനി അവിടെ അയാൾ റിസോർട്ട് പണിയുന്നില്ല എന്നും പറഞ്ഞു. അതുമാത്രമാണ് സതീശേട്ടൻ ഇന്നലെ എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്കുറപ്പാണ് ഇതിന് പിന്നിൽ ഹരി എന്ന് പറഞ്ഞ നന്ദിയില്ലാത്തവൻ എന്തെങ്കിലും ചെയ്യാതിരുന്ന് കാണില്ല. ആ ഒരു കാര്യം കൊണ്ട് ഇന്നലെ വല്ലാതെ മനസ്സ് വിഷമിച്ചാണ് സതീശേട്ടൻ കിടന്നത്. അപ്പോഴാണ് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ. അത് പറഞ്ഞപ്പോഴേക്കും സംഗീതയുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി വീണ്ടും കണ്ണുനീർ ഒഴുകിയിറങ്ങാൻ തുടങ്ങി. പിന്നീട് കേസായി, പ്രശ്നങ്ങളായി. ഹരി അറസ്റ്റ് ചെയ്തു. നാട്ടിലാകെ മംഗലത്ത് സതീശനെ കൊന്നത് സ്വന്തം മകനാണെന്ന കാര്യം കാട്ടുതീ പോലെ പടർന്നു. എല്ലാവരുടെയും മുന്നിൽ ഹരി ഒരു കുറ്റക്കാരനായി മാറി. പക്ഷേ ഹരി തളരാതെ പിടിച്ചു നിന്നു. സതീഷിന്റെ മരണത്തിൽ തനിക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്ന നിലപാടിൽ അവൻ ഉറച്ചു തന്നെ നിന്നു. ഇതിനൊക്കെ ഇടയിൽ ഹരി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാള് സംഭവ സ്ഥലത്തേക്കെത്തി. ശ്രീറാം. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ കാര്യങ്ങൾ ഒന്നും ഹരി ശ്രീറാമിനെ വിളിച്ചു പറഞ്ഞിരുന്നില്ല.
എങ്കിലും അയാൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ അറിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് അന്നേരം എത്തിയിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ തന്നെ വരാം. ബൈ.